അച്ഛനെ നമുക്കൊക്കെ സുപരിചിതനാണ്. താമരശ്ശേരി മനസ്സിലാക്കുന്നതെ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പരീക്ഷകളിലൂടെ വചനങ്ങൾ ഘോഷിക്കുകയും അതിലും പരീക്ഷകളിലൂടെ വചനം ജീവിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജനിച്ചൻ ഒത്തിരിയേറെ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ്. ഇന്നേ ദിവസം നമ്മുടെ ഈ ദിവസത്തിൽ നമുക്ക് വേണ്ടി ദൈവസ്ഥിതി വിലയിരുത്തിക്കുവാനും നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ദൈവസ്ഥിതി പ്രാർത്ഥിക്കുവാനും ജനിച്ചനെ ലഭിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ബഹുമാനപ്പെട്ട ജനിച്ചനെ സ്വാഗതം ചെയ്യുന്നു.
സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ നിരന്തരമായി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കി. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകും സകലത്തിന്റെയും നാഥായ എന്നേക്കും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാസം. മോശത്തിന്റെ അമ്മായിക്കും മിദ്യാനിലേക്ക് ഒരു വകതിരുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറോവിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, ബോസേ ബോസേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. മോശ മുഖം മറച്ചു.
ദൈവത്തിന് നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രോധത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം വർദ്ധിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയാം. എന്നാൽ അവിടുത്തെ പേരെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു.
വാക്കുകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യക്തമാവുകയില്ല. എനിക്ക് ലഭിച്ചതും സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളെ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ വേഗമായും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവൻ്റെ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റുള്ള അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലചാതന എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവത്തിന്റെ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവരല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവരല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗ്രഹനാഥനെ അവർ ബേൽസെബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയും. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുകയും ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാ
ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. ഒരു നാണയത്തുണ്ടിന് 2 കുരുവികൾ വിലക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണത്തിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്നത്തെ ദിവസം നമ്മുടെ ഇടവകയുടെ തിരുനാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ദിവസമാണ്. നമുക്ക് ഈ ദിവസം നമ്മളെല്ലാവരും കുടുംബാംഗങ്ങളും ഇടവാംഗങ്ങളും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ജർമ്മനിയിൽ നിന്ന് വന്ന 10-20 അതിഥികൾ ഇന്ന് നമ്മളോടൊപ്പം ബലിയർപ്പിക്കാനുണ്ട്. Our dear guests from Germany, we wholeheartedly welcome you to the church. And this is the biggest church and this is the biggest parish in our diocese. And this is one of the best faithful community and one of the best agrarian community in our diocese. And we are pleased to have you in front of us and with us for the celebration of our feast. We wish you all a very happy feast. ഇന്ന് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടവകയുടെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. എല്ലാ മതങ്ങളിലുമുണ്ട് ആ മതങ്ങൾക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിരുനാൾ ആഘോഷവും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഇടവക തിരുനാളിനൊപ്പം തന്നെ ക്രിസ്മസും ഈസ്റ്ററും എല്ലാമായിട്ട് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം എല്ലാ മതങ്ങളുടെയും വിശ്വാസത്തിന്റെ ഭാഗ്യമായ പ്രകടനങ്ങളാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ റംസാൻ മാസത്തില് നോമ്പ് നോൽക്കുകയും മക്കയ്ക്ക് തീർത്ഥാടനത്തിന് പോവുകയും ഒക്കെ ചെയ്യുന്നത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗ്യമായ പ്രകടനമാണ്. ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശബരിമലയ്ക്ക് തീർത്ഥയാത്രയ്ക്ക് പോവുകയും അയ്യപ്പന് വേണ്ടിയിട്ട് നോമ്പ് നോൽക്കുകയും അതുപോലെ തന്നെ വിഷുക്കാലങ്ങളിലും മറ്റുമെല്ലാം അവന്റെ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്നതുമെല്ലാം അവന്റെ വിശ്വാസത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ്. നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ മത അനുഷ്ഠാനങ്ങളും ഞായറാഴ്ച കുർബാനകളും അതുപോലെ തന്നെ മറ്റ് നോമ്പുകാലങ്ങളുമെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ ബാഹ്യമായ ഒരു പ്രകടനമാണ്. വിശ്വാസത്തിന്റെ ബാഹ്യമായ എല്ലാ പ്രകടനങ്ങളും ഓരോ വർഷം തോറും കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ നാടുകളില് എല്ലാ മതങ്ങളിലും കൂടുതൽ മനോഹരമായിട്ട് കൊണ്ടാടപ്പെടുന്നുണ്ട്, ആചരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ മതങ്ങളെയും നിലനിർത്തുന്നത് ഈ ബാഹ്യമായ ആചാരങ്ങളല്ല, അതിന് പിന്നിലുള്ള ആന്തരികമായ ഒരു സത്തയാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും എഴുന്നേക്കാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ നസ്തഈൻ എന്ന് തുടങ്ങിക്കൊണ്ട് അൽ-ഫാത്തിഹ ചൊല്ലി പ്രാർത്ഥിക്കുന്ന മുസൽമാൻ കരുണാമയനായ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൈന്ദവനും തൈത്തിരീയ ഉപനിഷത്തിൽ പ്രാർത്ഥിക്കുന്നു. അവന്റെ ഈശ്വരൻ എന്ന് പറയുന്നത് പരമാനന്ദമാണ്. അതുപോലെ തന്നെ ഓരോ ഹൈന്ദവനും പറയുന്നു, എവിടെ ധർമ്മം ഹനിക്കപ്പെടുന്നുവോ അവിടെ ധർമ്മം സ്ഥാപിക്കാനായിട്ട് ദൈവത്തിന്റെ അവതാരങ്ങൾ ഉണ്ടാകുന്നു. യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മജം സൃജാമൃതം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥനായ സംഭവാമി യുഗേ. എവിടെ ധർമ്മം അനുഷ്ഠിക്കപ്പെടുന്നുവോ അവിടെ ധർമ്മം സ്ഥാപിക്കുവാനായി ദൈവത്തിന്റെ അവതാരങ്ങൾ ഉണ്ടാകും. ഓരോ ക്രിസ്ത്യാനിയും പ്രാർത്ഥിക്കുന്നത് സ്നേഹനിധിയായ ഈശോ തമ്പുരാന്റെ മുൻപിൽ. ഒരു ക്രിസ്ത്യാനിയെ വചനം പഠിപ്പിക്കുന്നു, ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നവൻ. ഒരു മുസ്ലിം
അവൻ കരുണയുടെ വക്താവായിട്ട് മാറും. ഒരു ഹൈന്ദവൻ ധർമ്മം സ്ഥാപിക്കുന്ന ദൈവത്തെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ധർമ്മത്തിന്റെ വക്താവായി മാറും. ഒരു ക്രിസ്ത്യാനി സ്നേഹനദിയായ ഈശോ തമ്പുരാനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഈ ലോകത്തിൽ സ്നേഹത്തിന്റെ കൂദാശയായി മാറും. പക്ഷേ ഇവിടെ മതങ്ങളുടെ ആന്തരസത്തകൾ നമ്മുടെ ലോകത്ത് അനുദിനം വളരുകയാണോ തളരുകയാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഇടയിൽ സ്നേഹം, കരുണ, ധർമ്മം ഇതെല്ലാം അടിക്കടി വർദ്ധിക്കുകയാണോ തളരുകയാണോ ചെയ്യുന്നതെന്ന് നമ്മളത് ചിന്തിക്കുന്നു നല്ലതാണ്. ഒരുപക്ഷെ നമ്മുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഒരു കാലത്തും ഒട്ടും ശക്തി ക്ഷയിച്ചു പോകാതെ കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നു. പക്ഷേ നമ്മുടെ മതത്തിനുള്ളിലെ അന്തസത്തകൾ വളർത്തിയെടുക്കുന്നതിന് എന്തുമാത്രം നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും ഒരു ഹൈന്ദവനും ഒരു മുസ്ലിമാണ് ഒരു ക്രിസ്ത്യാനിയും കൂടി പ്രാർത്ഥിക്കാനായി ഒരു ദേവാലയത്തിലേക്ക്. മുസ്ലിമാൻ ദേവാലയത്തിൽ വന്ന് കയറിയ ഉടനെ പ്രാർത്ഥിച്ചു, ദൈവമേ പടച്ചോനെ, ഈ ഹിന്ദുക്കളെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണേ, ഇതുങ്ങളെ കൊണ്ടൊക്കെ വലിയ ശല്യമാണ്. ഹൈന്ദവൻ ഉടനെ പ്രാർത്ഥിച്ചു, ഈ മുസ്ലിങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണേ, ഇത് വല്ലാത്തൊരു ശല്യമാണ്. ക്രിസ്ത്യാനി ഒന്നും മിണ്ടാതെ നിശബ്ദമായിട്ട് കൈകൂപ്പി അവിടെ ഇരുന്നു. ഉടനെ ഈശ്വരൻ ചോദിച്ചു, നിനക്കൊന്നും പ്രാർത്ഥിക്കാനില്ല? ഉടനെ ക്രിസ്ത്യാനി പറഞ്ഞു, ഞാനൊന്നും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നില്ല തമ്പുരാനെ, നീ ഇവരുടെ രണ്ടുപേരുടെയും ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്താൽ മതി, അപ്പോൾ എന്റെ ആഗ്രഹം നടന്നുകൊള്ളു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പോലും പലപ്പോഴും വക്രബുദ്ധിയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഒരു വിശ്വാസി ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് അവൻ ഈ ഭൂമിയിൽ സ്നേഹത്തിന്റെ കൂദാശയായി മാറും. ഒരു ക്രിസ്ത്യാനി, ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിന്റെ ചങ്ക് പറ്റി ഉറങ്ങുന്നവനാണ്. ഒരിക്കലും വിശ്വവിഖ്യാതനായ ഒരു ആത്മീയ രചയിതാണ്. അദ്ദേഹം മനോഹരമായ ഒരു പുസ്തകം എഴുതി. അതിൽ അദ്ദേഹം മനോഹരമായ ഒരു കഥ വർണ്ണിക്കുന്നു. ഫ്രാൻസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഒരു സർക്കസുകാരൻ. ഇയാളുടെ സർക്കസ് കാണാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വന്നുകൂടാറുണ്ടായി. സർക്കസ് കാണാനായിട്ട് ഇയാൾ എവിടെയെല്ലാം പ്രദർശനം നടത്തുന്നോ അവിടേക്കെല്ലാം ജനങ്ങൾ കടിച്ചു കൂടിക്കൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ അടുത്ത ഏറ്റവും മനോഹരമായ ഐറ്റം ഞാൻ നടത്താൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനായിട്ട് കൊതിക്കുന്ന ഏറ്റവും സുന്ദരമായ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഇടയിലാണ്. ഇയാള് തീയതി നിശ്ചയിച്ചു, സർക്കസ് പ്രഖ്യാപിച്ചു. അന്നത്തെ ദിവസം നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഇടയിലേക്ക് വലിയ ഒരു പറ്റം ജനങ്ങള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫ്രാൻസിന്റെ മനോഹരമായ അഭ്യാസങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അടുത്തുകൂടി. എല്ലാവരും വന്നുകൂടി കഴിഞ്ഞപ്പോൾ ഫ്രാൻസ് എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതിനുശേഷം ഇയാൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടി ഒരു സൈഡിൽ നിന്ന് മറ്റേ വശത്തേക്ക് നീളത്തില് ഒരു കമ്പി വലിച്ചു കയറി. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഞാൻ എന്റെ അഭ്യാസം തുടങ്ങാൻ പോകുന്നു. ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടി ഈ കമ്പിയിൽ കയറി ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് കടക്കാൻ പോകുന്നു. എല്ലാവരും സ്തബ്ധരായി നിന്നു. എല്ലാവരും വിളിച്ചു പറഞ്ഞു, ഫ്രാൻസ് വേണ്ട, നിങ്ങളുടെ മനോഹരമായ സർക്കസുകൾ ഞങ്ങൾക്ക് ഇനിയും കാണാം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ അഭ്യാസം നടത്തരുത്. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ മനോഹരമായ സർക്കസ് അഭ്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്കിത് കാണണ്ട, ഞങ്ങൾക്ക് നിന്നെ വേണം. പക്ഷെ ഫ്രാൻസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നത്, നിങ്ങളെ ഈ വലിയ ജനക്കൂട്ടത്തെ ഇവിടെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് ഈ അഭ്യാസം കാണിക്കുവാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഈ അഭ്യാസം നടത്തും. വീണ്ടും ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ പിൻവാങ്ങണം. ഫ്രാൻസ് പക്ഷേ ആ ഞാണിൽ കയറി ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് നടക്കാനായിട്ട് ശ്വാസമടക്കി പിടിച്ച് ജനങ്ങൾ നോക്കി നിന്നു. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ നടുക്കെത്തിയപ്പോൾ ഈ മനുഷ്യന്റെ കാലുകൾ പതറുന്നുണ്ടെന്ന് നോക്കി നിന്നിരുന്ന ജനങ്ങൾക്ക് തോന്നി. പക്ഷേ ഏകാഗ്രമാണ് അദ്ദേഹത്തിന്റെ ഏകാഗ്രത ഒരിക്കലും ഭഞ്ജിക്കാതിരിക്കാൻ ജനങ്ങള് ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കി. ഫ്രാൻസ് നടന്ന് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മറുവശത്തെത്തി കഴിഞ്ഞപ്പോൾ ജനം മുഴുവൻ ഹർഷാരവത്തോടുകൂടി ഫ്രാൻസിനെ വരവേറ്റു. എല്ലാവരും കൈയടിച്ചുകൊണ്ട് ഫ്രാൻസിനെ സ്വീകരിച്ചു. ഫ്രാൻസിന് സന്തോഷമാണ്. ഫ്രാൻസ് വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഒരിക്കൽ കൂടി ഞാൻ എന്റെ
ഞാനിവിടെ ഈ അഭ്യാസം തുടരാനായിട്ട് പോകുന്നു. ഒരു പ്രാവശ്യം ഫ്രാൻസ് വിജയകരമായി ഈ അഭ്യാസം തുടർന്നത് കണ്ട ജനം കൈയടിച്ചുകൊണ്ട് ഫ്രാൻസിനെ പ്രോത്സാഹിപ്പിച്ചു. ഉടനെ ഫ്രാൻസ് പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കൽ കൂടി ഈ അഭ്യാസം നിർവഹിക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഈ അഭ്യാസം നടത്തുക നിങ്ങളിൽ ഒരാൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ എന്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ടായിരുന്നു. അത് കേട്ടതോടുകൂടി ജനം മുഴുവൻ കൈയ്യടിച്ചു. എല്ലാവരും നിശബ്ദമാണ്. കുഞ്ഞുങ്ങളെ എഴുതിക്കൊണ്ട് അവിടെ വന്നുകൂടിയിരുന്ന അമ്മമാരെല്ലാവരും ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് പിന്നിലേക്ക് പിൻവാങ്ങി. ഫ്രാൻസ് വീണ്ടും ചോദിച്ചു, നിങ്ങളെ ആരാണ് ധൈര്യം കാണിക്കുക നിങ്ങളുടെ ഒരു കുഞ്ഞിനെ എന്റെ കയ്യിൽ തരാനായിട്ട്, എനിക്ക് ഈ അഭ്യാസം നടത്താനായിട്ട്? ആരും ഇറങ്ങിയില്ല. അപ്പോൾ ഒരു സ്ത്രീ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മുൻപോട്ട് വന്നു. ഇവർ മുൻപോട്ട് വന്നിട്ട് ഫ്രാൻസിനോട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ സർക്കസ് അഭ്യാസം നോക്കിയുള്ള ജനം മുഴുവൻ വിളിച്ചു പറഞ്ഞു, സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളിതിൽ തീരുമാനമെടുക്കരുത്, നിങ്ങളിതിൽ നിന്ന് പിൻവാങ്ങുന്നു. ഉടനെ സ്ത്രീ ഫ്രാൻസിനോട് പറഞ്ഞു, ഫ്രാൻസ്, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ജെന്നി എന്ന എന്റെ ഈ കുഞ്ഞിനെ നിങ്ങൾ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ അഭ്യാസം നടത്തുക, ഞാൻ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഫ്രാൻസ് ഈ കുഞ്ഞിനെ എടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് അള്ളിപ്പിടിച്ച് ഈ കുഞ്ഞിനെ ഇരുത്തിയിട്ട് ഈ കുഞ്ഞിനെ